സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ. ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ ശബരിമല യാത്രയാണ്. ഇന്നലെ പമ്പയിൽ വന്ന് അവിടെ പമ്പാ ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ചു. അതിന് ശേഷം നീരുമല റോഡ് വഴി കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബോട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം സെൻറ്ററെത്തി. ഇത് നിർമ്മാല്യ ദർശനം തൊഴുത്ത് വരാം. സ്വാമി ശരണം സ്വാമി അയ്യപ്പ. നല്ല ചൂടാ.
സ്വാമി ശരണം സ്വാമിയേ ശരണം അയ്യപ്പ. അങ്ങനെ ഇവിടെ പമ്പയിലെത്തിയിരിക്കുകയാണ്. ഇത് മേളിൽ നിന്ന് പമ്പയിലോട്ട് ഇറങ്ങിപ്പോകുന്ന വഴി. സ്വാമി ശരണം. അന്നേരം പമ്പയിൽ വെള്ളം കുറവാണ്. ഇവിടെ ചേർന്ന് ഇവിടെ ഇറങ്ങി മുന്നിൽ കുളിക്കാം. ഇവിടെ ചേർ ഒഴുകുന്നുണ്ട്, ക്ലിയർ ഇവിടെ ഇറങ്ങി. സ്വാമി ശരണം സ്വാമിയേ ശരണം അയ്യപ്പ. പമ്പ നദിയോടെ വന്നിട്ട് അവിടെ കുളിച്ച് ഫ്രഷപ്പായി ഇനിയിപ്പം മല കയറാൻ പോവുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ പമ്പ ഗണപതി അവിടെ ഒരു തേങ്ങ അടയ്ക്കണം. ഒരു വിർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് സെന്റർ. ശരണം സ്വാമിയേ ശരണം അയ്യപ്പ. അന്നേരം ഇവിടുന്ന് മല കയറാൻ പോവാണ്. അവിടെ കർപ്പൂരം ഇട്ടിട്ടാണ് കയറുന്നത്. കുറച്ച് വിട്ടിട്ട് ഇനി ബാക്കി മേളിൽ കൊണ്ടുവരാം. മുമ്പേ നമ്മളവിടെ അവിടെ കർപ്പൂരം കത്തിച്ച് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അതാണ് തന്നെ ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്. പൈസ ഒന്നും കൊടുക്കണം, ഫ്രീ. പമ്പ ഹോസ്പിറ്റൽ ആ കാണുന്ന ആ ബിൽഡിംഗ്. താഴെ നിന്ന് ഇപ്പം നടന്ന് ഇവിടെ വരുമ്പോൾ ആണ് ഫസ്റ്റ് കിടന്ന് കാണിക്ക വഞ്ചി. പിന്നെ നമ്മുടെ ഹിസ്റ്ററി ചരിത്രമൊക്കെ നോക്കുമ്പോൾ പമ്പ നദിക്കരയിലാണ് അയ്യപ്പനെ രാജാവിന് കിട്ടുന്നതും പന്തള രാജാവിന് പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതും. അന്നേരം അതിൻ്റെയാണ് ഈ കാണുന്നത്. സ്വാമി ശരണം സ്വാമിയേ ശരണം അയ്യപ്പ. ഇത് നമ്മുടെ പമ്പ നദിയുടെ അവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ ഈ ചരിത്രത്തിലൊക്കെ നമ്മൾ സ്റ്റോറി കേട്ടില്ലേ, ഇവിടെയൊക്കെ പമ്പ നദിയുടെ കരയ്ക്ക് നിന്നതാണ് പന്തള രാജാവിന് ഭഗവാനെ കിട്ടുന്നതും. അന്നേരം അതിൻ്റേതായിട്ടുള്ള ഒരു ചരിത്രമാണ് ഈ കാണുന്നത്. മഹർഷി പന്തളൻ രാജാവ് അയ്യപ്പസ്വാമി. അന്നേരം ഇവിടുന്ന് കൊണ്ടുപോയും പിന്നെ അവിടെ താമസിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ പഠിക്കാനും പോയും പിന്നെയാണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് തുടർന്ന് കാണാം. അവിടെ ഈ തേങ്ങ കരിക്ക് കരിക്കാരണം അങ്ങ് പടച്ചടിപൊളിയായിരിക്കും. സ്വാമി ശരണം. അന്നേരം നമ്മൾ പമ്പയിൽ നിന്ന് കയറി ഇവിടെ വന്ന് ഇതുണ്ടോ ഈ റോഡ് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ ആ വണ്ടി വരുന്ന ട്രാഫിക് അത് അയ്യപ്പൻ റോഡ്. ഈ വഴി ഈ കാണുന്ന വഴിയുണ്ടോ, ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നീലുമല. നമ്മൾ കയറി പോകുന്നത് നീലുമലയിൽ കൂടെ. കുറച്ച് കർപ്പൂരമൊക്കെ ഇട്ട് തൊഴുതിട്ട് കയറാം. അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അടിപൊളിയാണ്. സ്റ്റെപ്പുണ്ട് ആണെങ്കിൽ അവിടെ വെയിൽ വന്നാലും മഴ വന്നാലും നനയായിരിക്കും. ടെൻറ്റും അടിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലെല്ലാം കുടിവെള്ളമുണ്ട്. ട്രോളി താഴോട്ടുള്ള ഇറക്കം കണ്ടോ, സെറ്റില്ലേ. ഏകദേശം ಇಲ್ಲ ಜ್ಯೂಸ್ ಕುಡಿರಿ ಅಂತ ಬೆಲೆ
ശരണമയ്യപ്പ അയ്യപ്പ അയ്യപ്പ നീലമല ബോട്ടം കഴിഞ്ഞു. അപ്പാച്ചിമേട് ബോട്ട് അവിടെ എത്തി കണ്ടോ. അത് തേരി നോക്കിയാണേ. പിന്നെ കണ്ട അവിടെ നോക്കിയാണ് കുരങ്ങന്മാർ ചെറുതും വലുതെല്ലാം വരുന്നുണ്ട്. താഴോട്ട് ഇറങ്ങണ്ട ഇപ്പം വരുന്നത് ഇവിടെ. സ്വാമിയെ ശരണമയ്യപ്പ. അത് ശബരിമടം കഴിഞ്ഞ് പിന്നെ ഇവിടെ അടിപൊളി അവിടെ ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. മേലെ ടെൻ്റ് എടുക്കുന്നത് സ്റ്റെപ്പ് ടൈൽസ് സൈഡിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഫുൾ കപ്പലിൻ്റെ കച്ചവടം ഇവിടെ രണ്ട് സൈഡിൽ അവിടെ. മരക്കൂട്ടെത്തി. മരക്കൂട്ടത്തിൻ്റെ അടുത്ത കാഴ്ചകളാണ് അവിടെ. ഇടയ്ക്ക് അടി തറയിൽ മൊത്തം മറ്റേ ടൈൽസ് അതെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഈ മാർച്ച് മാസമായിട്ട് ഈ ഇലകളെല്ലാം മഞ്ഞ കളർ ഉണങ്ങി നിൽക്കുമോ മരങ്ങളൊക്കെ. അവിടെ കാട്ടുപന്നികൾ. നമ്മൾ നീലിമലയിൽ കൂടെ വന്ന് ഇവിടെ ജോയിൻ്റ് ആവും. ഇതാണ്ടോ ഇതിലെ പോയി അവിടെ ജോയിൻ്റ് ആവും. ഞാൻ താഴെ വെച്ച് പറഞ്ഞില്ല അയ്യപ്പൻ റോഡ് അവിടെ. അയ്യപ്പൻ റോഡ് ഇതിലേ വന്ന് അവിടെ ജോയിൻ്റ് ആവും. നീലിമല കൂടെ വരുന്നവർ ഇതിലെ പോയി അവിടെ ജോയിൻ്റ് ഒറ്റ വഴിക്ക് പോകും. നല്ല തിരക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മേളിക്ക് കൂടെ കണ്ട ഇതിൻ്റെ മേളിക്ക് കൂടെ ആ വഴി കറക്കി വിടും. ഇതിലേയും കയറ്റി വിടും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനത്തിൻ്റെ വില ചോദിച്ചറിഞ്ഞിട്ട് മാത്രമേ കഴിക്കാവൂ. കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് എന്നാൽ വാങ്ങിയിരുന്ന പൈസയൊക്കെ മേടിക്കുന്നത്. മുടക്കാൻ നിന്ന് അതിന് സമയമില്ല. അതാണ് ഇവിടുത്തെ പരിപാടികൾ. സ്വാമിയെ ശരണമയ്യപ്പ. ഇത് നമ്മൾ എത്തി സന്നിധാനത്ത്. സ്വാമിയെ ശരണമയ്യപ്പ. അന്നേരം 1 മണിക്ക് ഇവിടെ നട അടയ്ക്കും ഉച്ചയ്ക്ക്. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് ഇനി തുറക്കും. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ മരക്കൂട്ടത്തിൻ്റെ അവിടെ എത്തിയതേ ഉള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് സന്നിധാനത്ത് ഫുൾ റെസ്റ്റ്. അവിടെ ഫാനും കാര്യങ്ങളൊക്കെ കാണും. അവിടെ ഇരിക്കുക, റെസ്റ്റ് എടുക്കുക, കഴിക്കുക. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ബോട്ടിലൊന്നും അലോഡല്ല. ബോട്ടിൽ ഉള്ള ജ്യൂസ് ഒന്നും ഇവിടെ കിട്ടത്തില്ല. പുറത്തുനിന്ന് വരുന്നവരുടെ കയ്യിൽ ബോട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. ബോട്ടിലോ അതല്ലെങ്കിൽ വെള്ളം പിടിച്ചു കുടിക്കാനുള്ള കപ്പോ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സൈഡിലെല്ലാം വാട്ടറുണ്ട്. അന്നേരം അതെല്ലാം വെള്ളം പിടിച്ച് നമുക്ക് കുടിക്കാൻ പറ്റും. അല്ല ബോട്ടിലും ഇല്ല, ഒന്നുമില്ലെങ്കിൽ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുമല്ല നാട്ടിൽ വാട്ടർ ബോട്ടിൽ നമ്മൾ കൊണ്ട് വന്നാൽ തന്നെ നല്ലതാണ്. വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ സന്നിധാനത്ത് പോയി നമ്മൾ ലൈനിൽ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ കുടിക്കാൻ എന്ത് ചെയ്യും? അന്നേരം അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. Sopal na
ಆಪತ್ ಬಾಂಧವನೇ ನಿರ್ಗುಣಿ ಪ್ರಿಯನೇ ದಯಾಭಿಷೇಕ ಪ್ರಿಯನೇ ನಿರ್ಗುಣಿ ಪ್ರಿಯನೇ ಪ್ರಭುವೇ ವಿಕಾಸನೇ ವಂದನ ರಾಜನೇ దైవమే అనాథ నాథనే ఆదిమ మహాగణపతి స్వామియే ఓంకారమూర్తియే ఔదర్యమూర్తియే ఔదత్య ప్రియనే అర్పణ పద్ధతి ഇവിടെ സന്ധ്യാരത്ത് വന്നപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസ് ഒരു കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് 70 രൂപ. ചോദിക്കുക, അതിനുശേഷം കുടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അയ്യങ്കാളേ പ്രഭുവേ ഇനി ലാസ്റ്റ് നേരത്തെ 3 ഉടച്ചതാണ്. ഇത് നമ്മൾ കുറച്ച് വീട്ടിൽ കൊണ്ട് കുറച്ച് അവിടെ